ഒരു ടീച്ചർ തൻ്റെ ക്ലാസ് റൂമിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരു ബിസിനസ് വുമൺ അവരുടെ ഷോപ്പിൽ വെച്ച് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നതോ? എന്നാൽ കൊൽക്കത്തയിൽ ഒരു മെഡിക്കൽ PG ഡോക്ടറെ അവരുടെ ഹോസ്പിറ്റലിൽ വെച്ച് ബ്രൂട്ടലി റേപ്പ് ചെയ്ത് മേർഡർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ 24 ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതുന്നുണ്ട്. അതിൽ 13.25 ലക്ഷം പെൺകുട്ടികളാണ്. വർഷങ്ങൾ പഠിച്ച് നീറ്റ് എഴുതി 5.5 വർഷം MBBSന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് അതിനുശേഷം നീറ്റ് PG എക്സാം എഴുതി വീണ്ടും 3-4 വർഷം സ്പെൻഡ് ചെയ്തിട്ട് 24/7 ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവർ ഡോക്ടേഴ്സായി മാറുന്നത്. എന്നിട്ട് അവർ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ അവർക്ക് ഇത് സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഇത് കവറപ്പ് ചെയ്ത് സൂയിസൈഡാക്കി മാറ്റാൻ വേണ്ടി ഷെയിംലെസ്ലി ശ്രമിക്കുന്നു. എൻ്റെയോ നിങ്ങളുടെയോ സിസ്റ്ററിന് നാളെ ഇത് സംഭവിക്കാം. നമ്മൾ ഒരു മെഡിക്കൽ കൺസൾട്ടേഷന് വേണ്ടി ഒപ്പീനിയന് വേണ്ടി വിളിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ നമ്മുടെ കൂടെ പഠിച്ച, ആ ഫ്രണ്ട് ഇതേ ഡേഞ്ചറിലാണ് ഇന്ത്യയിലുള്ളത്. ദിസ് ഈസ് ടൈം ടു റേസ് അവർ വോയിസ് ഫോർ ദം. ഇപ്പോഴല്ലെങ്കിൽ മറ്റെപ്പോഴാണ് നമുക്ക് അവർക്ക് വേണ്ടി